ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹോൾ വീഡിയോ വന്നിട്ട് മിന്ത്ര ഹോൾ വീഡിയോ ആണ്. മിന്ത്രയിൽ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള കുറച്ച് ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഷർട്ട്സ്, അതുപോലെ ഷർട്ട് ഡ്രസ്സസും ഉണ്ട്, സാറ്റിൻ സ്കേർട്സ് വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ കാണാം. ഫസ്റ്റ് വന്നിട്ട് ഞാൻ കാണിക്കുന്ന ഒരു സാറ്റിൻ സ്കേർട്ടാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു സാറ്റിൻ സ്കേർട്ടാണ്. നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്കേർട്സ് ഒക്കെ വെയർ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു സ്കേർട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളിയാണ്. നിങ്ങൾക്കൊരു പാർട്ടി ലുക്കിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്കേർട്ടാണ്. ഇതിൻ്റെ കൂടെ നല്ല ഒരു ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഷർട്ട് നമുക്ക് കാഷ്വലി ആണെങ്കിൽ വെയർ ചെയ്യാം കേട്ടോ. കാഷ്വലായിട്ട് വെയർ ചെയ്യുമ്പോൾ നല്ലൊരു ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഒരു ഷർട്ട് നമുക്ക് വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. സ്ട്രൈപ്ഡ് ആയിട്ടുള്ളതോ ഏതെങ്കിലും ഒരു ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഷർട്ട്, അല്ലെങ്കിൽ പ്ലെയിൻ കളേഴ്സ് ആയിട്ടോ എങ്ങനെയായാലും മതി കേട്ടോ. ഒരു ബ്ലാക്ക് അല്ല, ഏത് കളറും നമുക്ക് മാച്ച് ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെ വെയർ ചെയ്യുമ്പം അടിപൊളിയായിരിക്കും. അതല്ല നിങ്ങൾക്കൊരു പാർട്ടി ലുക്കിലേക്കാണ് വേണ്ടിയിരുന്നെങ്കിൽ അങ്ങനെയും നമുക്ക് വെയർ ചെയ്യാം. നല്ല വർക്കൊക്കെ വരുന്ന, അല്ലെങ്കിൽ ഒരു ഏകദേശം ഈ ഒരു സാറ്റിനിലോ അല്ലെങ്കിൽ ഷിമ്മറിലൊക്കെ വരുന്നിട്ടുള്ള ഷർട്ടൊക്കെ ട്രൈ ചെയ്ത് നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. അടിപൊളിയാണ്. ഇത് വന്നിട്ട് ഒരു സാസ്ത്ര എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ് കേട്ടോ. ഞാൻ ഈ ഒരു ബ്രാൻഡിൻ്റെ ഇതിന് മുന്നേ ഞാനൊരു സ്കേർട്ട് ഞാനൊരു ട്രൈ ചെയ്തിരുന്നു കേട്ടോ. ഒരു ഓഫ് വൈറ്റ് കളറിൽ വന്ന സ്കേർട്ട്, അതിൻ്റെ വീഡിയോ ഇവിടെ കൊടുക്കാം. ഒരു ഓഫ് വൈറ്റ് സ്കേർട്ടിൻ്റെ കൂടെ യെല്ലോ ഷർട്ടൊക്കെ പെയർ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അത് കണ്ടിട്ടാണ് ഞാനിതൊന്ന് ട്രൈ ചെയ്തത്. ഞാനിതൊരു ഔട്ട്ഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുള്ള കേട്ടോ. നല്ല അടിപൊളിയാണ്. നല്ല ക്വാളിറ്റിയിലാട്ടോ വന്നിട്ടുള്ള. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. നല്ലൊരു സാറ്റിൻ മെറ്റീരിയൽ വന്നിട്ടുണ്ടോ നോക്കി എന്ത് ഭംഗിയായി കാണാൻ. നിങ്ങൾക്ക് പാർട്ടി ലുക്കിലേക്കൊക്കെ പറ്റില്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്കേർട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈസ് ഞാൻ ചൂസ് ചെയ്തത് അതിൽ നമുക്ക് 36, 38 ഒക്കെ വരെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. വലിയ സൈസസ് ഒക്കെ അവൈലബിൾ ആണ്. ഞാൻ ഒരു 1, 2 ഇപ്പോൾ സാധാരണ ഞാൻ എടുക്കാൽ 30 ആണ് കേട്ടോ എടുക്കുക. സ്കേർട്ടൊക്കെ വരുമ്പോൾ 30 അല്ലെങ്കിൽ 28. അപ്പോൾ ഞാനിതൊരു 2 സൈസൊക്കെ അപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. 32 അല്ലെങ്കിൽ നിങ്ങൾക്ക് 34 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ബോഡി ഹഗ് ചെയ്ത് നിൽക്കുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1 സൈസ് ഒക്കെ അപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ടുള്ള ഫിറ്റ് വരും. ഞാൻ ഇതങ്ങനെ കേട്ടോ. ഞാൻ ഇതിൻ്റെ സൈസ് ചൂസ് ചെയ്തത് 34 ആണ്. 34 എടുത്തപ്പം ഇതിൽ കാണിക്കുന്ന എക്സൽ ആട്ടോ സൈസ്. ഈ ഒരു ഇതിൽ കാണിക്കുന്ന എക്സൽ ആണ്. പക്ഷെ നമ്മൾ അതിൽ കാണുമ്പം 34, 30 അങ്ങനെ 36 അങ്ങനെ സൈസാണ്. അപ്പോൾ ഞാൻ 34 ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 34 എടുത്തപ്പോൾ അത്യാവശ്യം നല്ലൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഫിറ്റിൽ നമുക്ക് ആ ഒരു നമ്മൾക്ക് ഇങ്ങനെ എടുത്ത് ഹഗ് ചെയ്ത് പോലെ നിൽക്കുന്ന അല്ലാതെ നമുക്ക് തോന്നിക്കും കേട്ടോ. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള സ്കേർട്ടാണ്. സ്കേർട്ടൊക്കെ വെയർ ചെയ്യുന്നവരെ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കും ഇഷ്ടപ്പെടും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആൻഡ് ഫുൾ മാക്സി ടൈപ്പിൽ വരുന്നിട്ടുള്ള സ്കേർട്ടാണ്. ഫുൾ ലെങ്ത്തിൽ വരുന്നത്. നമ്മൾ നല്ല ക്വാളിറ്റിയിലാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതൊക്കെ സ്റ്റൈൽ ചെയ്തിട്ടുള്ള വീഡിയോസ് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് അതിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ. അതുപോലെ നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വേറൊരു കളറും കൂടെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ നമുക്ക് കാണാം. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ച ബ്ലാക്ക് സാറ്റിൻ സ്കേർട്ടിൽ അതിൻ്റെ വേറൊരു കളറാട്ടോ. നല്ലൊരു ബ്രൗൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു സ്കേർട്ടാണ്. സെയിം ആ ഒരു ബ്രാൻഡിൻ്റെ ആണ്. ആ ഒരു സെയിം ആണ്, കളർ ചേഞ്ച് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സാറ്റിൻ സ്കേർട്ടൊക്കെ നിങ്ങൾക്ക് വെയർ ചെയ്യാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അഫോർഡബിൾ ആണ്. കാരണം ആ ഒരു 700 അതിൻ്റെ ആ ഒരു റേഞ്ചിലാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. ആ ഒരു പ്രൈസിൽ നല്ല അഫോർഡബിൾ ആണ്. കാരണം നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള സാറ്റിൻ സ്കേർട്ടാണ്. നമുക്ക് സ്റ്റൈലിഷ് ആയിട്ട് മോഡസ്റ്റൊക്കെ ആയിട്ട് വെയർ ചെയ്യാൻ അടിപൊളിയായിട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. കാരണം അത്രയും വേർത്താണ്. നിങ്ങൾക്ക് 700 എനിക്ക് തോന്നുന്നു നല്ല വേർത്താണ്, നല്ല അഫോർഡബിൾ ആണ്. അത്രയും ആ ഒരു പ്രൈസിന് ഇത്രയും നല്ല ക്വാളിറ്റിയിൽ വരുന്ന സാറ്റിൻ സ്കേർട്ടൊക്കെ കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ അടുത്തായിട്ട് കാണിക്കുന്ന ഒരു പിൻട്രസ്റ്റി ലുക്കിൽ വന്നിട്ടുള്ള ഒരു ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഷർട്ടാണ്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത്രയും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ആ ഒരു പിക്ചറിൽ കണ്ട അത് സെയിം ആട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല രസമുണ്ട്. നമ്മൾ പിൻട്രസ്റ്റിൽ എപ്പോഴും ഈ ഒരു ഷർട്ട് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു സ്ട്രൈപ്ഡ് ആയിട്ടുള്ള ഈ ഒരു ബോഡി ഡീറ്റെയിലിങ് വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഷർട്ട്. നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് കാണാൻ. ഈ ഒരു ഡീറ്റെയിലിംഗ് ആട്ടോ അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഗുഡ് ക്വാളിറ്റിയിലാട്ടോ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്രാൻഡ് റോഡ്സ്റ്റർ എന്ന ബ്രാൻഡിൽ നിന്നാണ് ഞാനിത് ട്രൈ ചെയ്തിട്ടുള്ളത്. അടിപൊളിയാട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളിയായിട്ടുള്ള ഷർട്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടത്. പിൻട്രസ്റ്റിയിൽ ഒരു പിൻട്രസ്റ്റി കൈൻഡ് ഓഫ് ആളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ഷർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ക്വാളിറ്റി ആൻഡ് അടിപൊളിയായിട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഷർട്ട്. അപ്പോൾ ഞാനിത് സ്റ്റൈൽ ചെയ്തിട്ടുള്ള ഒരു ബ്ലാക്ക് പാൻറ്റിൻ്റെ കൂടെയാണ്, ട്രൗസേഴ്സിൻ്റെ കൂടെ ആട്ടോ ഞാൻ സ്റ്റൈൽ ചെയ്ത വീഡിയോ ഇവിടെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. പലതരം സ്റ്റൈലിംഗ് ഐഡിയാസൊക്കെ നമ്മൾ പിൻട്രസ്റ്റിൽ നോക്കിയാൽ കാണാം. ഒരുപാട് നമുക്ക് ജീൻസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ബ്ലൂ ജീൻസ്, ഡാർക്ക് ബ്ലൂ ജീൻസ്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഒരു ബ്ലാക്ക് പാൻസിൻ്റെ കൂടെയായിട്ട് സ്റ്റൈൽ ചെയ്തത്. എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റൈൽ ചെയ്യാം. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഷർട്ടാണ്.
നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഷർട്ട് വന്നിട്ട് ഇതാ ഇതുപോലെയാണ്, നോർമൽ ഷർട്ടിൻ്റെയൊക്കെ പോലെ തന്നെ ഫുൾ ഒരു വൈറ്റ് കളറിലെ ബട്ടൺസ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല ഈ ഒരു ബോഡി ഡീറ്റെയിലിംഗ് ആട്ടോ അതിൻ്റെ ഹൈലൈറ്റ്. നല്ല ലൂസ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടുള്ള നല്ല ഓവർ സൈസ്ഡ് ആയിട്ടുള്ള നല്ല ഫിറ്റിങ്ങിൽ വന്നിട്ടുള്ള ഒരു ഷർട്ടാണ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സ്റ്റൈൽ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ അതിൻ്റെ സൈസ് ഞാൻ തോന്നുന്നു മീഡിയം, ഇവിടെ കാണിക്കുന്ന എക്സൽ ആണ്. എനിക്ക് ഓർമ്മയില്ല ഏതാണ് ഞാൻ മീഡിയം ആണ് സാധാരണ ചൂസ് ചെയ്യാറ്. ഇതിൽ എക്സലാണ് കാണിക്കുന്നത്, എന്താണെന്ന് അറിയില്ല. നോക്കിയിട്ട് സൈസ് ഇവിടെ സ്ക്രീനിൽ എവിടെയെങ്കിലും കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലോ അങ്ങനെ എവിടെയെങ്കിലും മെൻഷൻ ചെയ്യാം കേട്ടോ സൈസ്, ഞാൻ എടുത്തിട്ടുള്ള സൈസ്. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഷർട്ടാണ്, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ പ്രൈസ് വന്നിട്ട് 600 ആണ്, അറൗണ്ട് 659 ആ ഒരു റേഞ്ചിലായിട്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ആ ഒരു പ്രൈസിന് നിങ്ങൾക്ക് എന്തായാലും വർത്ത് ആയിരിക്കും, കാരണം അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഷർട്ടാണ്, നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പിൻട്രസ്റ്റ് ലുക്ക് വരുന്നൊരു ഷർട്ടാട്ടോ. അപ്പോൾ നിങ്ങൾ പിൻട്രസ്റ്റ് കൈൻഡ് ഓഫ് ആളാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കാണിക്കുന്ന ഒരു സ്ട്രൈപ്ഡ് ആയിട്ടുള്ള ഷർട്ടാണ്. ഈ സ്ട്രൈപ്ഡ് ആയിട്ടുള്ള ഷർട്ട് എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ട്രെൻഡ് ഔട്ട് ആവാത്ത ഒന്നാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടോ. എപ്പോഴും ട്രെൻഡിങ്ങിലുള്ള, എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് ഈ ഒരു സ്ട്രൈപ്ഡ് ആയിട്ടുള്ള ഷർട്ട്സ്. അപ്പോൾ ഞാനിത് വന്നിട്ട് റോഡ്സ്റ്റർ എന്ന് പറയുന്നതിൻ്റെ ഒരു ബ്രാൻഡിൻ്റെ ആയിട്ടോ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷർട്ടാണ്, നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്, നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ്. അതുപോലെ ഇതിൻ്റെ ഒരു ഫിറ്റിംഗ് ഒക്കെ അടിപൊളിയായിട്ടോ, നല്ലൊരു കറക്റ്റായിട്ടുള്ള ഒരു ഫിറ്റിങ്ങിലാട്ടോ വന്നിട്ടുള്ളത്. ഒരു ഫിറ്റിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള നല്ലൊരു ബോക്സി ഫിറ്റിലാട്ടോ വന്നിട്ടുള്ളത്, നേരത്തെ കാണിച്ച ഷർട്ട്സിൻ്റെ ഒക്കെ പോലെ തന്നെ. പിന്നെ അതുപോലെ ഇത് വന്നിട്ട് ഇതാ ഇങ്ങനെയാണ് കേട്ടോ, അതിൻ്റെ നോർമൽ നമ്മൾ ഷർട്ട്സ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കേട്ടോ, ഫുൾ വൈറ്റ് കളറിലുള്ള ബട്ടൺസ് കൊടുത്തിട്ട്. പിന്നെ അതുപോലെ ഇവിടെ സൈഡിലൊരു പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ, ഒരു പോക്കറ്റ് വരുന്നുണ്ട്. നമുക്ക് കാഷ്വൽ വെയറിലേക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഷർട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇതിൻ്റെ സ്ലീവ്സും കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ഫിറ്റിംഗ് ഒക്കെ അടിപൊളിയായിട്ടോ. ബാക്ക് സൈഡിൽ ഇതാ ഇങ്ങനെയാട്ടോ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഒരു 500 സംതിങ് ആണ്, 500 അങ്ങനെ എന്തോ ആണ്, 569 ആ ഒരു റേഞ്ചിലാട്ടോ. ആ ഒരു പ്രൈസ് നല്ല വേർത്തായിട്ടുള്ള നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ഷർട്ടാണ്. അതിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ള മീഡിയം ആട്ടോ. മീഡിയം എനിക്ക് നല്ലൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. നോർമൽ സൈസ് എടുത്താൽ മതി, ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഷർട്ടല്ലേ. ഇതിൻ്റെ വേറെയും കളേഴ്സ് ഉണ്ടെന്ന് തോന്നിട്ടോ, എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഇവിടെ കൊടുക്കാം, ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ. ഉണ്ടെങ്കിൽ നല്ല ഷർട്ടാണ്, നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. അപ്പോൾ ഞാൻ അടുത്തായിട്ട് കാണിക്കുന്ന ഓവർ സൈസ്ഡ് ഷർട്ട് വന്നിട്ട് 2 ഷർട്ട്സ് കാണിക്കുന്നു. രണ്ടും സെയിം മെറ്റീരിയൽ വന്നിട്ടുള്ള ഷർട്ടാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ബ്രാൻഡിൽ വന്നിട്ടുള്ള കേട്ടോ. അപ്പം ഇത് നമ്മൾ അതിൽ പറയുന്നത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന കോട്ടൺ എന്നാട്ടോ, പക്ഷെ അതെനിക്ക് കോട്ടൺ ആയിട്ടല്ല തോന്നുന്നത്, ഒരു കോട്ടൺ മിക്സ്ഡ് ആണെന്ന് തോന്നുന്നു. ഒരു ക്രഷ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആട്ടോ അത്. ഇത് നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാം. ഇതിൻ്റെ ഈ ഒരു ഇതൊന്നും ഫെയ്ഡ് ആവാതെ ഒരു ഇതേപോലെ തന്നെ നമുക്ക് ഒന്നും ആവില്ല, ചീത്തയാവാത്തൊരു ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ്. എത്ര കാലം യൂസ് ചെയ്താലും തോന്നുന്നുണ്ട്, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ്. നമുക്ക് വാഷ് ചെയ്താലൊന്നും അങ്ങനെ ഒന്നും ഫെയ്ഡായി പോകുമെന്നും തോന്നില്ല കേട്ടോ. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ്. അപ്പോൾ കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും തോന്നുന്നു കേട്ടോ. അപ്പോൾ ഈ 2 ഷർട്ടാണ് കാണിക്കുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണ് ഞാൻ കാണിക്കാം. ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ്, നല്ലൊരു ബ്രൗൺ ബേജ് ആ ഒരു കളറിൽ വന്നിട്ടുള്ള കേട്ടോ, ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് പോലത്തെ ബേജ് പോലത്തെ ഒരു കളറാണ് കേട്ടോ. ഇതിൽ ഫുള്ള് ഈ ഒരു വൈറ്റ് പ്രിൻറ്റഡ് ആട്ടോ വന്നിട്ടുള്ളത്. അപ്പം ഇതിൻ്റെയൊക്കെ ഫിറ്റിംഗ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഫിറ്റിംഗ് ആട്ടോ. ബാക്കിൽ കണ്ടിട്ടില്ല ഈ ഒരു ഫിറ്റിങ്ങിൻ്റെ ഈ ഒരു ഇത് കണ്ടില്ല, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫിറ്റിംഗ് ആണ്, ബോക്സ് ഫിറ്റിലാണ് വന്നിട്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ കോളർ വന്നിട്ട് ഇതുപോലെയാണ്. ഇവിടെ നിന്നാട്ടോ ബട്ടൺസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എല്ലാം വൈറ്റ് കളറിലുള്ള ബട്ടൺസ് ആണ്. സ്ലീവ്സും അതുപോലെ തന്നെ നല്ലൊരു സ്ലീവാട്ടോ വന്നിട്ടുള്ളത്, നല്ല ലൂസ് ഫിറ്റഡ് ആയിട്ടുള്ള നല്ല റിലാക്സ്ഡ് ഫിറ്റഡ് ആയിട്ടുള്ള കേട്ടോ. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷർട്ടാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 600 സംതിങ് ആട്ടോ. ഇതിൻ്റെ പ്രൈസ് ആ ഒരു പ്രൈസിനാട്ടോ ഞാനിത് ട്രൈ ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്രൈസ് എനിക്ക് തോന്നുന്നു എപ്പോഴും ചില സമയങ്ങളിലൊക്കെ ഡ്രോപ്പ് ഔട്ട് ആവും. 300 സംതിങ്ങിനൊക്കെ നമുക്ക് ഈ ഒരു ഷർട്ട് കിട്ടും. ഞാൻ ഇപ്പോൾ പർച്ചേസ് ചെയ്തപ്പം വാങ്ങിച്ചപ്പോൾ ഈ ഒരു പ്രൈസ് ആട്ടോ, 600 സംതിങ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അതുപോലെ ഇതാട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഫിറ്റിങ്ങിൽ വന്നിട്ടുള്ളതാണ്. നിങ്ങൾ ഇങ്ങനത്തെ ഓവർ സൈസ്ഡ് ഷർട്ടൊക്കെ വെയർ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഷർട്ട്സാണ്. ഈ ഒരു ബ്രാൻഡിൽ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. അപ്പം അതിലൊന്നാണ് കേട്ടോ, നല്ല അടിപൊളിയായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈസ് ഞാൻ ചൂസ് ചെയ്ത ലാർജാണ്. ലാർജ് അത്യാവശ്യം നല്ല ലൂസ് ഫിറ്റിലാട്ടോ വന്നിട്ട്. നോർമൽ സൈസ് എടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ നോർമൽ സൈസ് എടുത്താൽ തന്നെ നല്ല റിലാക്സ്ഡ് ആയിട്ടുള്ള ഫിറ്റിൽ തന്നെ വരുന്നത്. അപ്പോൾ ഞാൻ എനിക്ക് ഓർമ്മയില്ല, ഞാൻ അങ്ങനെ ലാർജ് ആയിട്ടോ എടുത്തത്. എനിക്കൊന്ന് ലാർജാണ്, അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സൈസ് അങ്ങനെ എന്തോ ആണ് കേട്ടോ. അപ്പം ലാർജ് സൈസാണ് ഞാൻ ചൂസ് ചെയ്തത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് വണ് ഞാൻ കാണിക്കുന്നത് ഇതിൻ്റെ തന്നെ ഇപ്പോൾ ഞാൻ കാണിച്ച ഈ ഒരു ഷർട്ടിൻ്റെ ഈ ഒരു ഗ്രീൻ കളറാണ് കേട്ടോ. ഇതും ഏകദേശം ആ ഒരു മെറ്റീരിയൽ അപ്പോൾ പറഞ്ഞല്ലോ, പക്ഷേ അത് കുറച്ചും കൂടെ ഒരു തിക്കുണ്ട്, കുറച്ചും കൂടെ തിക്കായിട്ടുള്ളത്, കുറച്ചും കൂടെ അത്ര തിക്നെസ് വരുന്നില്ല, പക്ഷേ ഏകദേശം ആ ഒരു മെറ്റീരിയലാണ്.
ഒരു കോട്ടൺ മിക്സ്ഡ് ആയിട്ടുള്ള ഒക്കെ ഒരു മെറ്റീരിയൽ കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. കോട്ടൺ നല്ല അടിപൊളിയായിട്ടുള്ള ഷർട്ടാണ്. സെയിം അത് പറഞ്ഞ പോലെ തന്നെ ഫിറ്റും കാര്യങ്ങളൊക്കെ സെയിം ആണ്. കോളർ വന്നിട്ട് ഇതാ ഇതുപോലെയാണ് കേട്ടോ. ഇതിൻ്റെ ബട്ടൺസും കാര്യങ്ങളും ഈ സെയിം ഗ്രീൻ കളറിലുള്ള ബട്ടൺസ് ആട്ടോ എല്ലാത്തിനും കൊടുത്തിട്ടുള്ളത്. സ്ലീവ്സ് വന്നിട്ട് നല്ല ലൂസ് റിലാക്സ്ഡ് ആയിട്ടുള്ള സ്ലീവ്സ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഷർട്ടിൻ്റെ ലെങ്ത്തൊക്കെ നല്ല ആ ഒരു കറക്റ്റ് ഫിറ്റിൽ വന്നിട്ടാട്ടോ. ഈ ഒരു ബ്രാൻഡിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പം എനിക്ക് ഷർട്ട്സ് ഞാൻ ഇട്ട് നോക്കിയതെല്ലാം ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതെല്ലാം നല്ലൊരു ഫിറ്റിലായി വന്നിട്ടുള്ള കേട്ടോ. നല്ലൊരു കറക്റ്റായിട്ടുള്ള ലെങ്ത്തിലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം ആ ഒരു ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഒരു ബ്രാൻഡിൽ നിന്ന് ഒരുപാട് ഷർട്ട്സ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കി നോക്കട്ടെ. ഇത് ഞാൻ സൈസ് ലാർജാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ലാർജ് എനിക്ക് അത്യാവശ്യം നല്ല ലൂസ് ഫിറ്റിലാണ്. കുഴപ്പമൊന്നുമില്ല. നല്ലൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള ലൂസായിട്ടുള്ള ഫിറ്റാണ്. നിങ്ങൾക്ക് നോർമൽ സൈസ് ചൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൈസ് ഇടയ്ക്കിടയ്ക്ക് ഡ്രോപ്പ് ആവും. അപ്പം ഇതിൻ്റെ പ്രൈസ് 374 ആട്ടോ. ആ ഒരു പ്രൈസിലാണ് എനിക്കിത് കിട്ടിയത്. അപ്പം നല്ല പ്രൈസ് കുറഞ്ഞിട്ടാണ് കിട്ടിയത്. അപ്പം നല്ല വേർത്താണ്, നല്ല അഫോർഡബിൾ ആണ്. ഇപ്പോഴും ആ പ്രൈസ് തന്നെയാണ് തോന്നുന്നു. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു പ്രൈസിന് ഭയങ്കര വേർത്താണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ഞാൻ കാണിക്കുന്ന ഒരു ഷർട്ട് ഡ്രസ്സാണ്. സസ്ഫ്രാസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഷർട്ട് ഡ്രസ്സാണ് കേട്ടോ. നല്ലൊരു ഭയങ്കര ഒരു സാറ്റിൻ ഇതും ആ ഒരു നല്ലൊരു ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു മെറ്റീരിയലാട്ടോ വന്നിട്ടുള്ളത്. നോക്കിയാൽ നിങ്ങൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു മൾട്ടി കളേർഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഷർട്ട് ഡ്രസ്സാണ്. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ. ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ബട്ടൺസ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സെയിം കളറിൽ നല്ലൊരു ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള നല്ലൊരു ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വന്നിട്ട് ഇങ്ങനത്തെ സ്ലീവാണ്. ലൂസ് ഫിറ്റിൽ വന്നിട്ടുള്ള റിലാക്സ്ഡ് ആയിട്ടുള്ള സ്ലീവാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ എൻഡിൽ ഇതേപോലെ ഇങ്ങനെ സ്ലിറ്റ് വരുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷർട്ട് ഡ്രസ്സാണ്. ഭയങ്കര കംഫർട്ടബിളാണ്. വെയർ ചെയ്യാൻ ഭയങ്കര ഒരു വെയിറ്റ് ഒന്നും ഇല്ലാതെ അത്രയും നല്ല കൂളായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഷർട്ട് ഡ്രസ്സാണ്. ഇതിൻ്റെ കൂടെ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള ഈ ഒരു ഓഫ് വൈറ്റ് പാൻസ് ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ട്രൈ ജീൻസിൻ്റെ കൂടെ ഇടാം. എങ്ങനെയാണെങ്കിലും ട്രൈ ചെയ്തു കേട്ടോ. അപ്പം അടിപൊളിയാണ്. നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 700 ആ ഒരു റേഞ്ചിലാട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ആ ഒരു പ്രൈസിൻ്റെ ബർത്താണ് ബ്രാൻഡഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സസ്ഫ്രാസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ആയിട്ടുള്ള കേട്ടോ. അപ്പോൾ ആ ഒരു പ്രൈസിന് ഓക്കെയാണ്. അടിപൊളിയായിട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈസ് ഞാൻ മീഡിയമാണ്. നോർമൽ എൻ്റെ സൈസാണ്. നല്ല റിലാക്സ്ഡ് ആയിട്ടുള്ള നല്ലൊരു ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ വേറൊരു കളർ ഷെയ്ഡും കൂടെ ഉണ്ട്. ഒരു പിങ്ക് ഷെയ്ഡിൽ വന്നത് അത് ഞാൻ മുന്നേ ഇതിനെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സെയിം പാറ്റേണിൽ വന്നിട്ടുള്ളതാണ്. സെയിം ആ ഈ ഒരു ഇതിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ. ഇത് നല്ലൊരു ഗ്രീൻ ആൻഡ് മൾട്ടി കളർഡ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഷർട്ടാണ്. നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ക്യാഷ്വൽ ലുക്കിലേക്ക് അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കാണാം. അടുത്ത് വന്നിട്ട് നല്ലൊരു വൈറ്റ് കളറിൽ വന്നിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഈ ഒരു ടൈപ്പിൽ വന്നിട്ടുള്ള ടോപ്പാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇതുപോലത്തെ ടോപ്സൊക്കെ കുറച്ച് ട്രെൻഡിങ് ആണ്. ഈ ഒരു കൊറിയൻ ലുക്കിലൊക്കെ വന്നിട്ടുള്ള കേട്ടോ. ഇങ്ങനെയാണ്. ഇവിടെ ഇങ്ങനെ ബട്ടൺസ് കൊടുത്തിട്ട് ഈ ഒരു ഇതിലാട്ടോ വന്നിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഒരു ടൈ ഡീറ്റെയിലിംഗും കൂടെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടോപ്പാണ്. കാരണം ഇതിൻ്റെ പ്രൈസ് വരുന്നത് 400 സംതിങ് 500 ഉള്ളിലാണ്. ആ പ്രൈസ് നല്ല വർത്ത് ആയിട്ടുള്ള നെക്ക് വന്നിട്ട് അതുപോലെ വി നെക്കൊക്കെ കൊടുത്തിട്ട് നല്ല സ്ലീവ്സ് വന്നിട്ട് സ്ലീവ് ഇങ്ങനെയാട്ടോ സ്ലീവ് വരുന്നത്. നോർമൽ നമ്മുടെ സ്ലീവ് തന്നെയാണ് വന്നിട്ടുള്ളത്. നല്ലൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്ലീവിലാട്ടോ വന്നിട്ടുള്ളത്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ഒരു ക്രിങ്കിൾഡ് ആയിട്ടുള്ള ആ ഒരു മെറ്റീരിയൽ ആട്ടോ. കുറച്ചൊരു തിക്കായിട്ടുള്ള മെറ്റീരിയലാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാട്ടോ വന്നിട്ടുള്ളത്. ആ ഒരു പ്രൈസിന് നല്ല വേർത്താണ്. നിങ്ങൾക്ക് വേറൊരു ഗ്രീൻ കളറും കൂടെ അവൈലബിൾ ആണ് തോന്നുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇത് ഞാൻ നേരത്തെ കാണിച്ചൊരു ഗ്രീൻ ഉണ്ട്. ആ ഗ്രീനിൻ്റെയൊക്കെ ഏകദേശം ആ ഒരു ടൈപ്പിൽ വന്നിട്ടാണ്. കുറച്ച് ഡിഫറൻസ് ഉണ്ട് കാര്യങ്ങളും. പക്ഷെ നല്ല അടിപൊളിയാട്ടോ. ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തത് എക്സലാണ്. എക്സൽ എനിക്ക് അത്യാവശ്യം നല്ല ലൂസ് ആൻഡ് റിലാക്സ്ഡ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. നോർമൽ സൈസിനേക്കാളും 1 സൈസ് അപ്പ് എടുക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത്. ആ ഒരു ലൂസ് ഫിറ്റിൽ ഇടാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ അവർ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും അതുപോലെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിരിക്കും. അപ്പോൾ ഞാൻ ലാസ്റ്റായിട്ട് കാണിക്കുന്ന ഷർട്ട് വന്നിട്ട് കുറച്ചൊരു നല്ലൊരു എംബ്രോയ്ഡറി വർക്കൊക്കെ വന്നിട്ടുള്ള നമുക്കൊരു പാർട്ടി ലുക്ക് അല്ലെങ്കിൽ നമുക്കൊരു ഫങ്ഷണലായിട്ടോ അല്ലെങ്കിലും അല്ലാതെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഷർട്ടാണ്. ക്യാഷ്വലി അല്ലാതെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഷർട്ടാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലും അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള വന്നിട്ടുള്ള ഒരു ഷർട്ടാണ്. ഇത് ഫുള്ള് വന്നിട്ട് ഈ ഒരു വൈറ്റ് കളറിൽ വന്നിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ആ ഒരു മെറ്റീരിയൽ വന്നിട്ട് ഒരു കോട്ടൺ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ. നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ കേട്ടോ. അപ്പം നമുക്കിത് നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടൊക്കെ വെയർ ചെയ്യാനൊക്കെ അടിപൊളിയായിരിക്കും. നമുക്കൊരു ക്യാഷ്വലി അല്ലാതെ എവിടെയെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. കാരണം നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ഫുള്ളി ത്രെഡഡ് ആയിട്ടുള്ള വർക്കൊക്കെ കാര്യങ്ങളൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷർട്ടാണ്. നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി വെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ. ഞാനിത് വെയർ ചെയ്തൊരു സാറ്റിൻ സ്കേർട്ടിൻ്റെ കൂടെ കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടമായിട്ട് ആ ലുക്ക് ഞാനിവിടെ കൊടുക്കാം. അപ്പം ഇത് അടിപൊളിയാട്ടോ. നല്ല ഷർട്ടാണ്. നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്.
വന്നിട്ടുള്ളത്. ഷർട്ട് വന്നിട്ട് ഇതുപോലെ നോർമൽ ഷർട്ട്സിൻ്റെ ഒക്കെ പോലെ തന്നെയാണ്. ഇതിന് ഫുള്ള് വന്നിട്ടുള്ളത് ഈ ഒരു വർക്കാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ബട്ടൺസ് ഒക്കെ ഫുൾ ഈ ഒരു വൈറ്റ് കളറിൽ വന്നിട്ടുള്ള ബട്ടൺസ് ആണ് കൊടുത്തിട്ടുള്ളത്. സ്ലീവ്സിലും ഇതുപോലെ ഈ വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് സ്ലീവ് വന്നിട്ട് ഫുൾ ഈ ഒരു വർക്കാണ് വരുന്നത്. ഒരു പിന്നെ ഇത് വന്നിട്ട് അത്യാവശ്യം നല്ല ലെങ്ത്തിലൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ സൈസ് വന്നിട്ട് ഞാൻ ചൂസ് ചെയ്തത് എക്സൽ ആണ്. എക്സൽ അത്യാവശ്യം നല്ല ലൂസ് ഫിറ്റിലായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോർമൽ സൈസിനേക്കാളും 1 or 2 സൈസ് അപ്പ് എടുക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ലൂസ് റിലാക്സ്ഡ് ആയിട്ടുള്ള ഫിറ്റിൽ വരും. അപ്പോൾ അങ്ങനെ സൈസ് എടുക്കാൻ നോക്കട്ടെ. നോർമൽ സൈസ് അല്ല, 1 or 2 സൈസ് അപ്പ് എടുക്കുക. ഞാനിത് 2 സൈസ് അപ്പ് എടുത്തിട്ടുണ്ട്. എക്സലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല ലൂസ് ഫിറ്റിലായിട്ട് എനിക്ക് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് കുറച്ചൊരു പ്രൈസിന് നമ്മൾ നേരത്തെ കാണിച്ചതിനേക്കാളും കുറച്ചും കൂടെ പ്രൈസാണ്. പക്ഷേ എങ്കിൽ പോലും ആ ഒരു പ്രൈസിന് വേർത്താട്ടോ. 800 സംതിങ് ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട്. ആ ഒരു പ്രൈസിന് വേർത്താണ്. സ്റ്റൈലി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ കേട്ടോ. ഈ ഒരു ബ്രാൻഡിൽ ഒരുപാട് ഷർട്ട്സ് ഞാൻ തന്നെ ഇതിന് മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റിയിൽ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള ഷർട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഫുൾ ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഷർട്ട്സ് ആയിട്ട് കാണിച്ചിട്ടുള്ളത്. എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ വീഡിയോയുടെ താഴെ നിങ്ങൾ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് DMൽ ലിങ്ക് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.